പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനാമം പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനാമം പുണ്യനാമം. ഓ ശ്രീയേശു നാമം അതിശയനാമം, ഏഴ് എനിക്കിമ്പ നാമം. അമ്മ ശ്രീയേശു നാമം അതിശയനാമം, ഏഴ് എനിക്കിമ്പ നാമം. എല്ലാ നാമത്തിനോ മേലായ നാമം, ഭക്തർജനം വാഴ്ത്തുനാമം. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തർജനം വാഴ്ത്തുനാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ല ഭക്തമുള്ള നാമം. ആ എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ല ഭക്തമുള്ള നാമം. ദൈവത്തോട് ഒരുമിച്ച്, ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഒരുമിച്ച്, നിത്യ യുഗങ്ങൾ ദൈവത്തോട് ഒരുമിച്ച് ജീവിക്കുന്ന, പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്നുള്ള വിടുതൽ, നരകത്തിൽ നിന്നുള്ള വിടുതൽ, അത് ഇന്ന് ഈ സായനവേളയിൽ നിങ്ങൾക്ക് ശ്രവിക്കുവാൻ കഴിയുന്നത് കൊണ്ട് ഈ ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പല കാര്യങ്ങളിലൂടെ സംശയിക്കപ്പെട്ടാണ് മനുഷ്യൻ ചെയ്യുന്നതും പറയുന്നതും മേടിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ. എന്നാൽ ഇത് ഈ ആത്മരക്ഷയ്ക്ക് ഒരു സംശയവും ആവശ്യമില്ല. ഇത് ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന്റെ പദ്ധതിയിൽ കളിപ്പീരില്ല. ദൈവത്തിന്റെ പദ്ധതിയിൽ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് വളരെ സുതാര്യമാണ്. അത് ആത്മരക്ഷയ്ക്ക് ഉതകുന്നതാണ്. ജീവിതത്തെ പുത്തൻ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഈ ആത്മരക്ഷ നിങ്ങൾക്ക് ഇതുവരെയും പ്രാപിക്കുവാൻ കഴിയില്ലെങ്കിൽ ഈ യേശു ക്രിസ്തുവിലേക്ക് ഞങ്ങൾ സാദരം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. യേശുവിനെ രക്ഷകർത്താവായി സ്വീകരിക്കൂ. അതിനുവേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് താൽക്കാലികമായി വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ ശബ്ദം കേട്ട എല്ലാവരെയും കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ കൃത്യമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.